കേരളത്തിലെ ഇ ഡി റെയ്ഡിൽ മൗനം തുടരുകയാണ് മുഖ്യമന്ത്രി. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തിയ വി ഡി സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. നേരത്തെ ഡൽഹിയിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മൗനം തന്നെയായിരുന്നു മറുപടി. നിതിൻ സേവ്യർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഇന്നലെ രാത്രിയോടുകൂടി ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി. ഇന്നലെ ഒരു ഘട്ടത്തിലും ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടോ പിന്നാലെ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടോ വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമുണ്ടായില്ല. CPIM ആണെങ്കിൽ അതിശക്തമായ രാഷ്ട്രീയ വിമർശനം ഉയർത്തുന്നുണ്ട്. വി ഡി മോദി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ നീക്കങ്ങളെല്ലാം എന്ന വിമർശനം അതിശക്തമായി ഉയർത്തുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതീക്ഷിക്കാമോ നിതിൻ? രജിത്ത്, ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ അധികം മൗനം പാലിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തെ നേരിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു വിമർശനമാണ് അല്ലെങ്കിൽ ആരോപണമാണ് CPIM ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്ന ഉടൻ തന്നെ മാധ്യമങ്ങളോട് പലതവണ പറഞ്ഞത് താൻ മുൻ മുഖ്യമന്ത്രിയെ പോലെ അല്ല, താൻ എല്ലാ ചോദ്യങ്ങൾക്കും പ്രതികരിച്ച ശേഷം മാത്രമേ മടങ്ങൂ എന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തോട് 2 തവണ മാധ്യമങ്ങൾ പ്രതികരണം തേടി. അദ്ദേഹം പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. വൈകിട്ട് രാത്രി 10:30 കൊച്ചിയിലെത്തിയപ്പോഴും അദ്ദേഹത്തോട് മാധ്യമങ്ങൾ പ്രതികരണങ്ങൾ തേടി. പക്ഷേ അദ്ദേഹം ഒരു സാഹചര്യത്തിലും മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം CPIM ഇത് വലിയ രാഷ്ട്രീയ ലാഭത്തോടെയാണ് ഈ ഒരു അവസരം നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം വി ഡി സതീശന്റെ ഡൽഹി സന്ദർശനത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം ഇത്തരത്തിലൊരു റെയ്ഡ് നടന്നത് അതൊരു ഡീലിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു BJPയുമായുള്ള ഒത്താശയുടെ ഭാഗമാണ് എന്നാണ് CPIM ആരോപിക്കുന്നത്. ED മോഡി വി ഡി കൂട്ടുകെട്ടുണ്ട് എന്നവർ കൃത്യമായി ആരോപിക്കുന്നു. അതിന്റെ ഭാഗമായാണ് പിണറായി വിജയന്റെ വീട്ടിലടക്കം റെയ്ഡ് നടന്നതെന്ന് അവർ ആരോപിക്കുന്നു. അപ്പോൾ അതിൽ ഒരു മറുപടി മുഖ്യമന്ത്രി തീർച്ചയായും പറയേണ്ടി വരും. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കമുള്ളവരെ കാണാനായിട്ടാണ് ഡൽഹിയിൽ പോയത്. പക്ഷേ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുമ്പോൾ തീർച്ചയായും അത് CPIM അദ്ദേഹത്തിന് നേരെ തന്നെ ആരോപണമായി ഉന്നയിക്കും. അത് വലിയ രാഷ്ട്രീയ നേട്ടത്തിനായി CPIM ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അധിക സമയം അദ്ദേഹത്തിന് മൗനം തുടരാൻ പറ്റില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ BJP നേതാക്കന്മാർ പറയുന്നത് മുൻപ് പലപ്പോഴും പല മുഖ്യമന്ത്രിമാർക്കുമെതിരെ ED ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടത്തിയപ്പോൾ അന്നൊക്കെ കോൺഗ്രസ് പറഞ്ഞത് ED BJPയുടെ കളിപ്പാവയാണെന്നാണ്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മൗനം പാലിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർ പിണറായി വിജയൻ വി ഡി സതീശൻ അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ട് പിണറായി വിജയൻ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ അവർ കൃത്യമായി ഇതിനൊരു മറുപടി പറയണമെന്നാണ് പറയുന്നത്. ഏതായാലും നിലവിൽ അദ്ദേഹം ദേശത്തെ വീട്ടിലാണുള്ളത്. അല്പസമയത്തിനകം കോഴിക്കോടേക്ക് പോകും. ഒരുപക്ഷെ കോഴിക്കോട് വെച്ച് രാവിലെ മാധ്യമങ്ങളെ അദ്ദേഹം കാണും എന്നാണ് മനസ്സിലാക്കുന്നത്. റിജിത്ത്, ശരി. നിതിൻ സേവ്യർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആരോപണ വിധേയരായവർ നിലവിലെ മന്ത്രിസഭയിലുമുണ്ടല്ലോ, എങ്കിലും പിണറായി വിജയനിലേക്ക് മാത്രം എന്തുകൊണ്ട് EDയുടെ നീക്കം എന്നുള്ള ചോദ്യമാണ് CPIM ഉയർത്തുന്നത്. അതിന് കാരണമായി മാറുന്നത് വി ഡി സതീശൻ ദില്ലിയിൽ നടത്തിയ മോദി വി ഡി കൂടിക്കാഴ്ചയാണ് എന്നുള്ള വിമർശനം CPIM ഉയർത്തുകയാണ്. ഇന്നൊരു പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്.